ഒരിക്കലുമില്ല. മാത്രമല്ല ഞാനിങ്ങനെ നിരീക്ഷിക്കായിരുന്നു പല ചാനലുകളും. ഒരു ചാനലിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചെറിയ ഘടകത്തിൽ പോലും ഒരു ചെറിയ നേതാവ് പോലും ഒരു പരസ്യ പ്രകടനമോ പ്രതിഷേധമോ ആ രീതിയിൽ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ചില മാധ്യമ പ്രവർത്തകർക്കും ചില ഐക്യജനാധിപത്യ മുന്നണിയുടെ വിരോധികൾക്കും വളരെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സമയം വരെ ഒരു വിഷ്വൽ പോലും കാണിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും നേതാവ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ രമേശ് ചെന്നിത്തല പോലും KPCC പ്രസിഡന്റിന് കത്ത് എഴുതി കൊടുത്തിട്ടാണ് പോയത്. എൻ്റെ പിന്തുണയുണ്ട്, ഞാനിങ്ങനെ ദർശനത്തിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു പോയി എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അടികൂടി എന്ന്, തെരുവിൽ അടികൂടി എന്നൊക്കെ ശ്രീജിത്തിനെ പോലെയുള്ള ആൾ പറയുന്നുണ്ട്. 8-9 ദിവസമാണ് ഈ പ്രോസസ്സിന് എടുത്തിട്ടുള്ളത്. അത് പിണറായി വിജയൻ സ്വകാര്യമായി MP ഗോവിന്ദനോട് പറയുന്നു. MP ഗോവിന്ദൻ പോയി പിന്നെ പട്ടാള ചിട്ടയിൽ അവരുടെ CPM യോഗത്തിൽ പറയുന്നു. എല്ലാവരും മിണ്ടാതെ കേട്ടിരിക്കുന്നു. നരേന്ദ്രമോദി പിന്നെ അമിത്ഷായോട് പറയുന്നു, അമിത്ഷാ ബന്ധപ്പെട്ട ആളുകളോട് പറയുന്നു, BJP യോഗത്തിൽ പോകുന്നു, അവർ അത് അപ്പാടെ അംഗീകരിക്കുന്നു. അത് ജനാധിപത്യമാണോ? ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ അത് വിശകലനം ചെയ്യൂ. നമുക്ക് കാണാൻ കഴിയും. MLA മാരോട് 7-ാം തീയതി അഭിപ്രായം ചോദിക്കുന്നു, തൊട്ടടുത്ത ദിവസം ഘടക കക്ഷികളോട് അഭിപ്രായം ചോദിക്കുന്നു, അതിനടുത്ത ദിവസം ഡൽഹിയിൽ പോയി ഈ റിപ്പോർട്ട് അവർ കൊടുക്കുന്നു, പിന്നീട് KPCC പ്രസിഡന്റുമാരോട് അഭിപ്രായം ചോദിക്കുന്നു. ഇങ്ങനെ ഇത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്, 3 പേര് ഇതിനർഹരായവരുണ്ട്. ഈ 3 പേരിൽ പലർക്കും താല്പര്യമുണ്ട്, ചിലർ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിലൊരു മോശപ്പെട്ട സംഗതിയല്ല. അവരർഹരാണ് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും വ്യത്യസ്തമായി. ഇപ്പോൾ KC വേണുഗോപാൽ ആവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, VD സതീശനാവട്ടെ, ഇവരൊക്കെ മിടുക്കരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരാണ്. എന്നാൽ അവർ 3 പേരെയും കൂടെ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ? അവിടെ കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് അത് VD സതീശനാണ് എന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് AICC പ്രഖ്യാപിച്ചപ്പോൾ പല പൊട്ടിത്തെറിയും ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു. നിർഭാഗ്യകരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അവസരം ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനം നന്നായിരുന്നതുകൊണ്ട് അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായില്ല. മറിച്ചായിരുന്നു തീരുമാനമെങ്കിൽ ഇപ്പോൾ KC എങ്ങാനും മുഖ്യമന്ത്രി ആക്കിയിരുന്നുവെങ്കിൽ സംഭവം മാറുമായിരുന്നു ഇവിടെ. കേട്ടോ, അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച താങ്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം ഉണ്ടായത്. അല്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നന്നായി, വളരെ നന്നായി. ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഈ ചാനൽ ഓക്കെ, ശരി, നന്നായി, വളരെ നല്ലത്. അങ്ങനെയാണ്, നന്നായി. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഇന്ന് ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രപരമായ മാറ്റം കേരളത്തിലെ കോൺഗ്രസിന്, അതായത് AICC എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുപ്രീം ബോഡി ഒരു വ്യത്യസ്ത അഭിപ്രായമുള്ള വിഷയത്തിൽ നന്നായി ചർച്ച ചെയ്ത്, ആരോടൊക്കെ ചർച്ച ചെയ്യണം അവരോടൊക്കെ ചർച്ച ചെയ്ത്, എന്നാൽ വർഗീയ മാലിന്യങ്ങളെ ഭീഷണിപ്പെടുത്തലിനോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് മിടുക്കനായ ഒരു നേതാവിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പറഞ്ഞു. ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ പോലും അതിലൊരു എതിരഭിപ്രായം പറയുന്നില്ല. KC വേണുഗോപാൽ വളരെ മനോഹരമായി എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചു. സുധാകരൻ എൻ്റെ അനുജ സുഹൃത്താണ്, ഞാൻ വളരെ സജീവമായി അദ്ദേഹത്തിന് പിന്തുണയായി കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചു. മുരളീധരനെ പോലെയുള്ള ആളുകൾ, VM സുധീരനെ പോലെയുള്ള ആളുകൾ, വളരെ ചെറിയ നേതാക്കന്മാർ പോലും. ഞാനിപ്പോൾ വരുന്ന വഴിയിലൊക്കെ പിന്നെ കോൺഗ്രസിനെ UDF പ്രകടനമുണ്ട്. ആ പ്രകടനത്തിൽ KCക്ക് വേണ്ടി വാദിച്ചവരുണ്ട്, ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ചവരുണ്ട്, പിന്നെ VD സതീശന് വേണ്ടി വാദിച്ചവരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊടിപിടിച്ച്, മുസ്ലിം ലീഗിനെ കൊടിപിടിച്ച്, ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകളായി VD സതീശൻ വന്നതിൽ, അവരെ പ്രഖ്യാപിച്ചതിൽ ഹൈക്കമാൻഡിനെ അഭിനന്ദിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പഴയ പിന്തുണ നൽകിയ നേതാക്കളും അണികളും എന്ന് പറഞ്ഞാൽ KCക്ക് വേണ്ടിയും അതുപോലെ തന്നെ രമേശിന് വേണ്ടിയും അങ്ങനെ തെരുവിൽ കൂടുതൽ പ്രകടനങ്ങളൊന്നും കണ്ടില്ല. കൂടുതൽ നല്ല ഇല്ലായിരുന്നു. 1-2 ബോർഡുകൾ പലയിടങ്ങളിലും കണ്ടു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹൈക്കമാൻഡിൽ നിന്ന് ആ നിർദ്ദേശം വന്നതിന് ശേഷം പിന്നെ കണ്ടില്ല. സതീശിന് വേണ്ടി അങ്ങനെ ആയിരുന്നില്ല, മറിച്ചായിരുന്നു തീരുമാനമെങ്കിൽ ഇങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.